എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ, ഒരു സവാള, ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിന് അരിഞ്ഞെടുക്കുക. അതിന് കോവയ്ക്ക ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തൊക്കെയാണ് നീളത്തിൽ. സവാളയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട്. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഒന്ന് മൂത്ത് വരണം. തീരെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനിയും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒരു വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇനി അരിഞ്ഞു വെച്ച കോവയ്ക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് നല്ലപോലെ ആവി വന്ന് വെന്തതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.